എന്റെ റബ്ബേ ചെടിയൊക്കെ ആകെ വാടിക്കരിഞ്ഞല്ലോ. വന്നൊന്ന് ചീത്ത പറഞ്ഞ് ശരിയാവും. നിച്ചോ ആ ഫോണ് നിന്റെ കൊണ്ടുവന്നാ. ഹലോ ഹലോ, നാട്ടിലേക്ക് ടിക്കറ്റ് ഒക്കെ ആയിട്ടോ? ടിക്കറ്റ് കിട്ടിയാ? എന്നൊക്കാ? നാളെ ഒരു 3 മണിയാകുമ്പോൾ എത്തും. അവിടെ നാട്ടിലെത്തും. ആണോ? ആ എടേ മക്കളൊക്കെ അവിടെ പോയി? ഇല്ല, രണ്ടാളും ഇവിടെ ഉണ്ട്. ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. എന്റെ ചെറിയ ചിങ്കിരിയോ? ഇതേ എന്റെ അടുത്തുണ്ട്. ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കണോന്ന്. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം അച്ചപ്പൊക്കെ ഉണ്ടാക്കി വെക്കല്ലോ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ, എല്ലാം ശരിയാക്കാം. ആ പിന്നെ അസ്ലൂനെയും കൂടി ഒന്ന് പിടിച്ചാൾ കേട്ടോ. വല്ല കല്യാണമോ ഒരിക്കലോ എന്തോ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും. പിന്നെ ഞാൻ വരുന്നതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ശരി ശരി, ഞാൻ വിളിച്ചോളാം. ആ ശരി ശരി, ഓക്കെ. ശരി. മുത്തിന്റെ ഉപ്പച്ചി വരികയാണല്ലേ? എടാ ഉപ്പച്ചി വരികയാണ്. ഇവിടെ ആദ്യമായിട്ട് കാണല്ലേ? എടാ ഇന്ന് 3 മണിയാകുമ്പോഴേ വരുന്ന പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പോണ ടെക്കാനെ വിളിക്കാന് ഇക്കാ വിളിച്ചിരുന്ന അന്നെ? ആർക്കെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്തോ, 1/2 മണിക്കൂറിനുള്ളിൽ പോരെ. മക്കളൊക്കെ ഇവിടെ റെഡിയാക്കി നിർത്താൻ. ഞാൻ നിങ്ങൾ വരില്ല? ഇല്ല, ഞാൻ വരുന്നില്ല. ഇവിടെ ചെറുതൊക്കെ ഉണ്ടല്ലോ. ഞാൻ പോയ പിന്നോട്ടുള്ള സ്ഥാനങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ കാല കൂട്ടിക്കെട്ടാ. ഞാൻ ഇപ്പൊ കാട് പറയാ അല്ലേ വേണ്ട, ഇക്കാ വിളിച്ച് പറഞ്ഞോളൂ. ഈ എന്തായാലും പുള്ളിനെ അവിടെ പോയിട്ട് വിളിച്ചോ. നേരത്തെ പോയിക്കട്ടെ, ചെറിയ കാര്യം കിട്ടിയാൽ പോലെ ദേഷ്യം പിടിക്കാൻ. കാക്കാന്റെ സ്വഭാവമൊക്കെ അറിയാലോ. പിന്നെ ഗൂഗിൾ പേ ഞാൻ ചെയ്യുന്നുണ്ട് പൈസ ട്ടാ. പൈസ ഒക്കെ വേണ്ട ബാബിയെ, എന്റെ ഉണ്ട്. പിന്നെ അഞ്ചേലുണ്ട്. നീ പോയിട്ട് വിളിച്ചിട്ട് വാ. ഓക്കെ ശരി ശരി, ആയിക്കോട്ടെ. പിന്നെ വേഗം പോയിട്ട് പോരാ, മക്കളൊക്കെ നല്ലോണം നോക്കണട്ടാ. അത് എണീറ്റ് ശരി ശരി. അന്റെ പെണ്ണ് വിളിച്ചിരുന്നാ? ഇല്ല മുത്തക്ക, ഓള് വിളിക്കാൻ ടൈം ആവുന്നല്ലേ ഉള്ളൂ. എന്നാ നിങ്ങള് ശരിയാക്കേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ കുളിച്ചിടുവാ. എല്ലാ മുത്തക്ക എപ്പോഴാണ് ഫ്ലൈറ്റ്? ഒരു 1:30 ഈ വേഗം കുളിച്ചിടുവാ. നീ യാത്ര അയക്കണ്ടേ? കുറിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വാട്ടാ. തോന്നണേ. ഇത് എന്റെ മുറ്റത്തും വരുമല്ലോ, നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടാവും. പോകാമോ? ചോട്ടു ബിരിയാണി ആണല്ല. നമ്മളെ റഫീക്കും സെറ്റായില്ലേ? അപ്പൊ ഞാനങ്ങ് പോയി വരാം. ഓക്കെ എല്ലാം ദ്വാരക്ക്. അല്ലടാ, യാസി പേരെ പോയി ഒന്ന് വിളിക്ക്. നിങ്ങക്ക് എന്തിനാ ബേജാറിന്റെ അരക്കവും വരും. 2 മണിക്കൂർ മുമ്പിൽ അവിടെ എത്തേണ്ടിയാന്ന്. ഇത് വിളിച്ചോ, ഞാൻ വിളിച്ചുതരാം. എന്തൊക്കെയായി? ഷമാല് സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഇപ്പൊ എത്തും. വെട്ടിയൊക്കെ വലിപ്പം കൂടുതലാണല്ലോ, ഫ്ലൈറ്റ് കയറ്റുമോ? ഒന്നുമില്ല. പിന്നെ 3 മാസത്തിനല്ലേ? 3 മാസം. 6 മാസം ആക്കരുതട്ടാ. ഇല്ലല്ലോ, നമുക്കൊക്കെ ഇവിടെ കഴിഞ്ഞു വിടണ്ടാണ്, പല പ്രശ്നങ്ങളും ഉള്ളതാ. ബാങ്ക് ലോണ് അത് ഇതൊക്കെ. അതേ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ അവസാനം നമ്മളും നമ്മളെ
ഈ ദലാളി മാത്രമേ ഉണ്ടാവൂ. അത് നല്ലോ മനസ്സിൽ വെച്ചോളൂ. അങ്ങനെ സുഖമായിട്ട് പോയിട്ട് വരിക. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ. മോളെ പെങ്ങളാടെ എന്തായാലും ഞാൻ എന്റെ കൂടി പെങ്ങളല്ലേ പറയാനുണ്ടോ? എനിക്കറിയണല്ലേ. പിന്നെ അതൊന്നും അവിടെ കൊടുത്താതെട്ടാ. മോക്കായിരിക്കും അല്ലേ? പിന്നെ ആർക്കും കൊടുക്കാനോ? പിന്നെ എയർപോർട്ടിൽ വരാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. ഞാൻ എന്റെ സുഹൃത്തുണ്ട് നമ്മളെ അഫ്ലുല്ലേ. അതെ. حفاظا على صحة الجميع وسلامتهم فضلا لا أمرا لأنك مهم. ആരിഫേ അസ്സലാമു അലൈക്കും കാ. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്തെല്ലാം വർത്താനോ? ഞാനിതാ ഇന്ന് അങ്ങോട്ട് വരിക കേട്ടോ, നാട്ടിലേ വരികയാണ്. മാഷാ അല്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ചെറുതിനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇന്ന് എപ്പോഴാ എത്തുന്നത്? 3 മണിക്ക് അവിടെ എത്തും, നാട്ടിലെത്തും ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല ഇക്കാക്ക് വരുമ്പോ എന്തോ കൊണ്ടുവരണോ? വേണ്ട. എന്താടാ നീ ഒന്ന് ചുമക്കുന്നത്? എന്താ? വല്ല ബബിളിക്കിട്ട് തൊള്ളയിട്ടുണ്ടാവും. 3 കുട്ടികളായി ഓന്റെ. എന്താ ചെയ്യും ഇപ്പത്തെ കുട്ടികളെ കാര്യം. ഹലോ. കുറച്ച് തിരക്കിലാ. പലഹാരപ്പണിയിലാ. എന്തൊക്കെ പലഹാരങ്ങള്? ഉണ്ണിയപ്പം ഉണ്ട്, അച്ചപ്പം ഉണ്ട്. മൂപ്പർക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടാണല്ലോ, അതുകൊണ്ട്. പിന്നെ ഇക്കാ പോയാ? വണ്ടി വന്നായിരുന്നാ? ഇക്കാക്കല്ലേ ഇതപ്പം ഇറങ്ങിയിട്ടുള്ളൂ. അതെല്ലേ. ഒന്ന് പോന്നു കൊടുത്തു. നിങ്ങളെ പോലെയുള്ള ഞങ്ങളെ അത്യാവശ്യം നല്ല കൺട്രോളൊക്കെ ഉള്ള ആൾക്കാരാട്ടോ. ശരി, ഞാനേതായാലും പണിയൊക്കെ നോക്കട്ടെ. ശരി. ഓക്കെ താത്ത, ശരി. ഇത് വാ, ഞാൻ കാണിച്ചു തരുന്നിട്ടാ. എടാ പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാൻ കേട്ടോ. എന്റെ സ്കൂൾ ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക. എല്ലായിടത്തും പോകണം കേട്ടോ. എന്താണ് പെച്ചോട് പറഞ്ഞുള്ളത്? കൊറേ കളിക്കണം പറഞ്ഞിട്ടുണ്ട്. അനക്കൊന്നും നിലക്കും വേണ്ട അയ്യടി ഇക്കും കളിക്കണ്ട രാവിലെ. അയ്യടാ ഞാനും അല്ലടോ എത്തില്ല പോരെ. ആരിഫിന്റെ കോളാണല്ലോ വരുന്നത്. ഇപ്പൊ കേറിയിട്ടില്ലേ? ഇപ്പൊ ഫുൾ ഇന്റർനാഷണൽ അല്ലേ? ഹലോ മോനെ ആരിശേ, കരീംക്കാടാ. നമ്മുടെ ആരിഫ് പോയടാ. ഇല്ല, അത് തരിപ്പ് പോയത്. ഞാൻ വിളിക്കാം. അസ്സലാമു അലൈക്കും. എന്താണ് എന്തോ ആര് പോയി? ആര്? ആൽഫോ
എപ്പക്കാ ആരിഷ ഇവനെന്തിനാ പെന്നെ വിളിക്കണത്? ആരേലും മയ്യത്തായ? ഹലോ നമ്മുടെ ആരിഫ് ആ ഓന്റെ കാര്യം നിന്നോട് പറയണ്ട. ഓന്റെ വാപ്പാടെ സാധനം എനിക്കുള്ളത്. ഓൻ അതുപോലെ നിന്നെ കണ്ടില്ലല്ലോ. ഓൻ വരുന്നുണ്ട്. അതിന് ഓന്റെ മയ്യത്ത വരുന്നേ. എനിക്കതോട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കെല്ലാം ധൈര്യമില്ല. മുത്താപ്പൊന്ന് പെട്ടെന്ന് ചെല്ലും. ആയിക്കോട്ടെ, ഞാനേ വീട്ടിൽ പോയിട്ടാണ് പോയി. അസ്സലാമലൈക്കും. എന്താ മോളെ വിവരങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കണം മുത്താപ്പ. ഞാൻ ചായ എന്തെങ്കിലും കൊടുക്കാം. മോള് വാ ഒരു കാര്യം പറയണം. അറിയുന്നു മുത്താപ്പ. ആരിഫ് നമ്മളെ വിട്ട് പോയി. ആരിഫ് എനിക്ക് ഇത്രയും കാലമായിട്ട് എന്റെ കനോടുള്ള തീർന്നില്ലേ? അരമണിക്കൂറും കൂടെ മുമ്പ് വിളിച്ച ആളെ കുറിച്ച് ഞങ്ങളീ പറഞ്ഞത്. മോളെ ഞാൻ പറയണത് ശരിയാണ്. മുത്താപ്പ ഇരിക്കെ, ഞാൻ ഇരുന്നോളാം. ഇപ്പൊ കൊറച്ചേരം മുമ്പ് എന്നെ വിളിച്ച ആളില്ലേ? ഇതുവരെയായിട്ടും കൂടെ ഒന്നും തീർന്നിട്ടില്ലേ? പാവം ഒന്നും കൂടെ വന്നോട്ടെ. എന്തിനാണ് വെറുതെ? മുത്തപ്പ എന്തായാലും ഇരിക്കെ. മൂപ്പർക്ക് ഇഷ്ടമുള്ള ചായയും കടയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് എടുത്തിട്ട് വരാം. ഇരിക്കെ. ഞാൻ എന്താ ചെയ്യുമോ? സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒന്നും വരുത്തല്ലേ. എന്റെ മക്കൾക്കാരുമല്ല. പറഞ്ഞു തന്നെ മോളെ കളവനാന്ന് പറഞ്ഞതല്ലേ? എന്തേ കേക്കണത് അമ്മേ?
എൻ്റെ ചെങ്കിടിനെ പോലൊന്ന് കാണാൻ പറ്റിയില്ല അവന്. അഥവാ ആ പള്ളിയിലൊന്ന് വിളിച്ച് പറയാൻ പറയും. ബാക്കി എല്ലാവരും അറിയിച്ചില്ലേ? ഓൻ വന്നാ ഇവിടെ നിർത്തണ്ട. അവരോട് പറഞ്ഞ ആ കുട്ടിനെ പോലും കാണാൻ പറ്റില്ല. ആ പൈസയിലൊക്കെ അവിടെ ഉണ്ട്. ആര് വന്നിട്ടുണ്ട് അവിടെ? പെട്ടെന്ന് തന്നെ വരും. നമ്മളെങ്ങനെ ചിക്കനൊക്കെ മേടിക്കുക? നാട്ടുകാരെ ഒരു ദുഃഖവാർത്ത. വളക്കരയിൽ മുഹമ്മദ് മകൻ ആരിഫ് ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഖത്തറിൽ വെച്ച് മരണപ്പെട്ട വിവരം എല്ലാവരെയും വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു.